തെറ്റായ ശീലങ്ങളെ ഒഴിവാക്കാനും നല്ല ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഫലപ്രദമാകും. ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്നതോടെ നിങ്ങളുടെ ചിന്താധാരയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും. പുകവലി, മദ്യപാനം, മറ്റ് ലഹരികൾ, ഫോൺ അഡിക്ഷൻ, ഫുഡ് അഡിക്ഷൻ, ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തിന് ഹാനികരമാകുന്ന പലതരം ശീലങ്ങൾ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങൾ സ്വയം ഒരു ചോദ്യം ഉന്നയിക്കുക: ഞാൻ എന്തെങ്കിലും ദുശീലങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നല്ല ശീലങ്ങൾ എന്തുകൊണ്ട് എനിക്ക് പിന്തുടരാൻ കഴിയാത്തത്? ഇതിനെല്ലാം കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലോ? ദുശീലങ്ങളെ ഒഴിവാക്കുകയും തൽസ്ഥാനത്ത് നല്ല ശീലങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മനോഹരവും ആനന്ദപൂർണവുമായ ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഒരു യാത്രയായാലോ? ഒരു ശീലം എങ്ങനെ രൂപം കൊള്ളുന്നു? നമുക്ക് ലളിതമായി ചർച്ച ചെയ്യാം. ഒരു ശീലം, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഫോൺ അഡിക്ഷൻ, എന്തുമാവട്ടെ, അതെങ്ങനെ നമുക്ക് ശത്രുവായി മാറുന്നു? ആദ്യം ചെറിയ ഒരു പ്രേരണയാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നു. വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ പുതിയ ഒരു ന്യൂറോ പാത്വേ സൃഷ്ടിക്കുന്നു. തുടർച്ചയായി ചെയ്തുകൊണ്ട് ആ തെറ്റായ ശീലം നമ്മുടെ ഉപബോധ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. നാം പോലും അറിയാതെ നിരന്തരം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മെ വലിയൊരു കെണിയിലേക്ക് നയിക്കുന്നു. അപ്പോഴേക്കും ഒരു വൈദ്യസഹായം തേടാതെ മുക്തമാകാത്ത തരത്തിൽ നാം അതിൻ്റെ അടിമയായി കഴിഞ്ഞിരിക്കും. ഒരു ശീലം നല്ലതായാലും മോശമായാലും ഘട്ടം ഘട്ടമായാണ് അത് ശക്തമാകുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടണം എന്ന ആഗ്രഹം ഉള്ള വ്യക്തിയാണോ? ഘട്ടം ഘട്ടമായി തെറ്റായ ശീലങ്ങളെ വേരോടെ നമുക്ക് പിഴുതെറിയണം. പകരം നല്ല സ്വഭാവ സംസ്കാരങ്ങളെ വാർത്തെടുക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരണം? ഇന്ന് തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് പുതിയ ഭാഷ പഠിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം, പുതിയ തരം സ്കില്ലുകൾ വളർത്തിയെടുക്കണം, കലാപരമായ കഴിവുകൾ വികസിപ്പിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കണം. എല്ലാത്തിനും വഴിയുണ്ട്. നിങ്ങൾ തീരുമാനം എടുക്കുക. തനിക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിൻ്റെ 1% ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്ന ശീലം വളർത്തണമെങ്കിൽ ഒരു ദിവസം ഒരു പേജ് മാത്രം വായിക്കുക. ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അതിൻ്റെ ചെറിയ അംശം സ്ഥിരമായി പഠിക്കുക. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് 1 മിനിറ്റെങ്കിലും തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്യുക. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങളിൽ കാണാൻ കഴിയും. നിങ്ങൾ ഷുഗർ വല്ലാതെ കഴിക്കുന്ന ആളാണ് എങ്കിൽ അതിൻ്റെ അളവ് ഘട്ടം ഘട്ടമായി കുറച്ച് തീർത്തും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധ്യമാണ്. ഏതൊരു കാര്യവും നമ്മൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന സമയം നമ്മുടെ തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നാം തന്നെയാണ് നമ്മെ സൃഷ്ടിക്കുന്നത്. ഏതൊരു മഹാന്റെയും ചരിത്രം പരിശോധിച്ചാൽ ഈയൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് നിങ്ങൾക്ക് ദർശിക്കാം. ഓരോ പുതുവർഷം വരുമ്പോഴും പുതിയ ശീലം കൊണ്ടുവരാൻ നമ്മൾ പദ്ധതി മെനയും. 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, പിന്നെ നമ്മൾ പഴയപടി പിന്തുടരും. ആവേശം ഇല്ലാതാകും. ഒരിക്കലും ആവേശത്തിൽ കാര്യങ്ങൾ ചെയ്യരുത്. അത് വൈകാരികമായ തലമാണ്. വിവേകപൂർവം ചെറുതിൽ നിന്ന് തുടങ്ങുക. കോമ്പൗണ്ടിംഗ് എഫക്റ്റ് എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന ശീലങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങളും
തുടങ്ങുക. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാത്തരം കഴിവുകളെയും ഉണർത്തിയെടുക്കുക. ചരിത്രലിപികളിൽ നിങ്ങളുടെ പേരും എഴുതപ്പെടട്ടെ. സന്തോഷപ്രദവും ആനന്ദകരവുമായ ഒരു ജീവിതം നയിക്കാൻ ഈ തരത്തിലുള്ള വിജ്ഞാനപ്രദമായ എപ്പിസോഡുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.